നമസ്കാരം. അല്പം മുമ്പ് ഇറാൻ ഇസ്രായേലിന് നേരെ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. ബെയ്റ്റ് ഷെമേഷിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അവിടുത്തെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ഒരു ബഹുഭൂരിപക്ഷവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ബെയ്റ്റ് ഷെമേഷിലാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ അങ്ങനെ പ്രത്യാക്രമണം നടത്തിയിരിക്കണം. ഉറപ്പാണ് തിരിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകും. വളരെ ശക്തമായ രീതിയിൽ തന്നെയുള്ള ആക്രമണം ഉണ്ടാകും. ഇറാൻ നിലംപരിശാകുന്നത് വരെ, അതല്ലെങ്കിൽ ഖമേനിയൻ ഭരണകൂടം അവസാനിക്കുന്നത് വരെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിനാരാണ് ഉത്തരവാദി? ഇതാ ഇറാൻ്റെ ജനാധിപത്യ അവകാശങ്ങളെ പൂർണ്ണമായും തകർക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും എന്നൊക്കെയുള്ള വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇത് തുടങ്ങുന്നത്, ഇപ്പോഴത്തെ യുദ്ധം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലല്ല, അത് ഇറാൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ എന്ത് പിഴച്ചു എന്നാണ് ചോദ്യമെങ്കിൽ ഈ ഹമാസിനെ പൂർണ്ണമായും അതിനുവേണ്ടി പിന്തുണച്ചത് ഇറാനായിരുന്നു. അങ്ങനെ ഇറാൻ്റെ പിന്തുണയോട് കൂടിയാണ് ഹമാസ് അന്ന് ആക്രമണം നടത്തിയത്. ഈ ആക്രമണം മാത്രമല്ല, ഹൂത്തികളെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെയും മറ്റ് പല രാജ്യങ്ങളും അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിൻ്റെ പിന്നിലും ഇറാൻ തന്നെയായിരുന്നു. ഹൂത്തികളാണ് ആക്രമണം നടത്തുന്നതെങ്കിലും അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് ഇറാനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രോക്സി വാറുകൾ സംഘടിപ്പിക്കുന്ന രാജ്യം ഇറാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പിന്നിൽ നിന്ന് എരികേറ്റി ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അത് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലാണെങ്കിലും, ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലാണെങ്കിലും, ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലാണെങ്കിലും ഒക്കെ ഇറാൻ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഇറാൻ ഈ നടത്തുന്ന ആക്രമണങ്ങളുടെയൊക്കെയും പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തി. ഈ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ അവകാശമില്ലേ? അമേരിക്ക ആണവ സമ്പുഷ്ടീകരണം നടത്തിയിട്ടുണ്ടല്ലോ, പല രാജ്യങ്ങളുടെയും കയ്യിൽ അണ്വായുധമുണ്ടല്ലോ, പിന്നെ ഇറാൻ എന്ത് പിഴച്ചു? അങ്ങനെയല്ല ഇറാൻ്റെ കയ്യിലെ ആയുധം. ഇറാൻ്റെ കയ്യിൽ ഈ അണ്വായുധം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യം ആക്രമിക്കുവാൻ ശ്രമിക്കുന്നതും ഇസ്രായേലിനെയാണ്. അങ്ങനെ വളരെയധികം പകവച്ചു പുലർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ഇറാന് ഈ പശ്ചിമേഷ്യയുടെ മുഴുവൻ അധികാരം നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് UAE ആണെങ്കിലും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ ഇറാഖിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറാൻ പശ്ചിമേഷ്യയിലൂടെ എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്ന് പോലും ബഹ്റിന് നേരെ ആക്രമണം നടത്തി, ഒമാന് നേരെ ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളുടെയൊക്കെയും ലക്ഷ്യം ഇറാന് അവിടെ ഒരു അധികാരം പിടിച്ചെടുക്കുക. ഈ വൈകിയ വേളയിൽ പോലും അവരുടെ ചിന്ത ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. അത് ഇനി അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ ആക്രമിച്ചതെന്നൊക്കെ പറയണമെങ്കിൽ ആ ധാരണ തെറ്റി. ഇറാൻ അതിനൊന്നുമല്ല. ഇറാൻ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചടക്കാൻ പറ്റും എന്നുള്ള അമിതാത്മവിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത്. അതെന്തായാലും അത് 8ൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത്. 8ൻ്റെ പണി കിട്ടുമ്പോൾ കൃത്യമായി മനസ്സിലാവും ഖമേനിയൻ ഭരണകൂടം ഇതോടുകൂടി ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.